നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ വിഷമിക്കണ്ട, പരിഹാരം ഞാൻ ഉണ്ടാക്കാം. നീ വാ. പ്രതാപ, എന്താ ചേച്ചി? നീ നീതിമാനാ, സ്നേഹമുള്ളവനാ. നീ ഇല്ലായിരുന്നെങ്കിൽ എന്റെ മോളുടെ കല്യാണം ഇതുപോലൊന്നും നടക്കാനേ പോകുന്നില്ല. പക്ഷേ നിന്റെ ഇഷ്ടവും താല്പര്യമൊന്നും നിന്റെ മകളിൽ നിന്നും പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ പ്രതീക്ഷിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. എന്താ പ്രശ്നം? അവൾ എന്താ ചെയ്തത്? പറയേ, അവൾ എന്താ ചെയ്തത്? അമ്മാവൻ എന്നോട് കുറച്ച് ആഭരണങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിരുന്നില്ലേ? അതില് എനിക്കിഷ്ടപ്പെട്ടൊരു നെക്ലസ്, അത് ഋതിക അവൾ എടുത്തോണ്ട് പോയി. മാല എടുത്തതിലല്ല, കല്യാണ പെണ്ണായി ഇവൾക്ക് ഏത് മാല വേണമെങ്കിലും എടുത്തോളാൻ അമ്മാവൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഇവള് പറഞ്ഞപ്പോ അവള് പറഞ്ഞ ചീത്ത. അവളുടെ വർത്താനം കേട്ടപ്പോ അവൾക്ക് അച്ഛന്റെ വീട്ടുകാരെക്കാൾ സ്നേഹവും അടുപ്പവും അവൾക്ക് അമ്മ വീട്ടുകാരോടാണെന്ന് തോന്നുന്നു. പ്രതാപ, നിലയ്ക്ക് നിർത്തേണ്ടത് നിലയ്ക്ക് തന്നെ നിർത്തണം. ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. ഇനിയും നിയന്ത്രിച്ചില്ലെങ്കിലേ അപകടം. ഈ മാല ചേച്ചിയുടെ കഴുത്തി കിടക്കുന്നത് തന്നെയാ ഭംഗി. അത് വേണ്ട, നീ നിർബന്ധിച്ചപ്പോ കിട്ടുന്നേ ഉള്ളൂ. ഇത് നിനക്ക് തന്നെ ഉള്ളതാ. നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ നെക്ലസ് ആരുടെയാ? അത് മര്യാദയ്ക്ക് ഒരു സനയെ കൊടുക്ക. അല്ല അച്ഛൻ, ഞാൻ ഇത് അപ്പോനിഷ്ടായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതനുസരിക്ക്. ഊരി കൊടുക്കാൻ പറഞ്ഞ ഊരി കൊടുക്ക. കൂടുതൽ വിശദീകരണം ഒന്നും വേണ്ട. കൊടുക്കാൻ. ഇനി ചേച്ചിയുടെ കാലിൽ വീണ് മാപ്പ് പറയും. നീ ചെയ്ത തെറ്റിന് നീ തന്നെ പ്രായച്ചിത്തം ചെയ്യണം. നീ എന്റെ ചേച്ചിയുടെ മനസ്സ് വിഷമിപ്പിച്ചു. എന്റെ ചേച്ചിയെ നോവിക്കുന്ന ആരായാലും എനിക്കത് സഹിക്കാൻ പറ്റില്ല. വേഗം കാലിൽ വീഴ. അതിന് ഋതുവൊന്നും അമ്പയേച്ചിയോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേ? നീ അത് കേട്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിലും നീ ഇവളുടെ പക്ഷത്താണല്ലോ. നീയൊക്കെ കൂടിയ ഇവളെ വഷളാക്കുന്നത്. പറ പ്രതാപ, ഞാൻ നിന്നോട് നുണ പറയുന്നു നീ വിചാരിക്കുന്നുണ്ടോ? എനിക്ക് വിശദീകരണം ഒന്നും വേണ്ട ചേച്ചി. ഇവള് കാലിൽ വീണ് മാപ്പ് പറയണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കണം. നടന്നിരിക്കും. എന്താടി മടിക്കുന്നേ? എന്നെ അനുസരിക്കാൻ പറ്റില്ലെന്നുണ്ടോ നിനക്ക്? പ്രതാപ, വേണമെന്നില്ല. കുട്ടികളല്ലേ. മാല തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. അത് പോരാ. ഈ വീട്ടിലെ ഗൃഹനാഥൻ ഞാനാണെങ്കിൽ ഞാൻ പറയുന്ന ഇവിടെ അനുസരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.